മഴക്കാല മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് വരാം. ഇന്നും അതിശക്തമായ മഴ തുടരും എന്നുള്ള വിവരമാണ്. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്, മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പുണ്ട്. 26-ം തീയതി വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ അർച്ചന ചേരുകയാണ്. അർച്ചന, ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുന്നറിയിപ്പുകൾ വരുന്നു, മൺസൂൺ ഇത്തവണ നേരത്തെ തന്നെ ഉണ്ടാകും എന്നാണോ പ്രതീക്ഷിക്കുന്നത്? ശരത്, തീർച്ചയായും അങ്ങനെ തന്നെയാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം മനസ്സിലാക്കുന്നത്. കാരണം ഇനിയുള്ള അടുത്ത 5 ദിവസം അതിശക്തമായ മഴയായിരിക്കും സംസ്ഥാനത്ത് ഉണ്ടാകുക എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. ഒപ്പം ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. ഒന്ന് ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത്. മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ കൂടി മഴ പ്രതീക്ഷിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടെ നൽകുന്നുണ്ട്. നാളെയും ഈ പറയുന്ന ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ മഴ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് മുന്നറിയിപ്പായി നൽകുന്നത്. അതേസമയം തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്, മരം കടപുഴകി വീഴാനുള്ള സാധ്യത ഉള്ളതിനാൽ അത്തരം ജാഗ്രതകൾ പാലിക്കണം. ഒപ്പം ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ജാഗ്രതകൾ പാലിക്കണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഇത്തരത്തിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലമാണ്. അത്തരത്തിൽ ഈ മുന്നൊരുക്കങ്ങളൊന്നും നടന്നിട്ടില്ല എന്നൊരു രീതിയിലുള്ള വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനെതിരെ ഉയരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ നൽകുകയും ചെയ്തതാണ്. ഇന്ന് എറണാകുളത്ത് അനുകൂലമായ സാഹചര്യമാണ്. എന്നാൽ ഈ ബ്രേക്ക് ത്രൂ അടക്കമുള്ള പദ്ധതികളാണ് കഴിഞ്ഞ ഭരണസമിതി ഇത്തരത്തിൽ വെള്ളക്കെട്ടിൽ നിന്ന് മുക്തമാക്കാൻ കൊച്ചിയെ സഹായിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ബ്രേക്ക് ത്രൂ ഉൾപ്പെടെയുള്ള പദ്ധതികൾ കാര്യക്ഷമമായി നടന്നിട്ടില്ല എന്നൊരു വലിയ വിമർശനം കോർപ്പറേഷനെതിരെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എത്രത്തോളം മുന്നിൽ കണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊരു വലിയ ചോദ്യം നിലനിൽക്കുകയാണ്. അതേസമയം തന്നെ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ജില്ലാ ഭരണകൂടവും എല്ലാം തന്നെ നിർദ്ദേശമായി നൽകുന്നുമുണ്ട്. എന്തായാലും ഇനിയുള്ള 5 ദിവസം മഴ കാര്യമായി തന്നെ പ്രതീക്ഷിക്കാമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. ശരി അർച്ചന.